അപ്പോൾ നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു പ്രൊജക്ടിൻ്റെ ബെഡ്റൂം ഒന്ന് പരിചയപ്പെടാം കേട്ടോ. അപ്പോൾ ഡോറും ഡോർ ഫ്രെയിമും മാർക്കറ്റ് ഡ്രൈവൊക്കെ ടീക്ക് വുഡിൽ തന്നെയാണ് ചെയ്തിരിക്കുന്നത്. PU പോളിഷാണ്. സീലിംഗ് വന്നിട്ട് ജിപ്സം വിത്ത് ലൂവർ പാനലാണ് അടിച്ചിരിക്കുന്നത്. അതുപോലെ തന്നെ കോട്ട് എല്ലാ ഫർണിച്ചറും നമ്മൾ 710 ട്രോജനിലാണ് ചെയ്തിരിക്കുന്നത്. ലാമിനേറ്റ് ഡുവൽ ടോണാണ്. മെറിനോൻ്റെ 1 mm കൊടുത്തിരിക്കുന്നത്. കോട്ട് വന്നിട്ട് 6 6.5 ഹൈറ്റ് വന്നിട്ട് 300 mm കൊടുത്തിട്ടുണ്ട്. 2 ബെഡ് സൈഡ് കൊടുത്തിട്ടുണ്ട്. സ്റ്റോറേജ് ലിഫ്റ്റപ്പ് അല്ല, 2 സൈഡും ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ബെഡ് സൈഡിലും ഈ 2 ഡ്രോവർ കൊടുത്തിട്ടുണ്ട്. വാർഡ്രോബ് അത് ഡ്രസ്സിംഗ് ആണ്. പിന്നെ ഒരു അടിപൊളി സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല സ്റ്റോറേജ് സ്പേസ് കിട്ടുന്ന പോലെ തന്നെ സ്റ്റഡി യൂണിറ്റ് കൊടുത്തിട്ടുണ്ട്. എല്ലാത്തിനും ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ ഹെറ്റിച്ചിൻ്റെ സോഫ്റ്റ് ക്ലോസ് ഫിറ്റിംഗ്സ് ആണ് നമ്മൾ യൂസ് ചെയ്തിരിക്കുന്നത്. അതേപോലെ തന്നെ യൂറോ ഡക്കറിൻ്റെ 2 mm എഡ്ജ് ബാൻഡാണ് ഷട്ടേഴ്സിലെല്ലാം കൊടുത്തിരിക്കുന്നത്. ഇൻസൈഡ് എല്ലാം നമ്മൾ 0.8 യൂറോ ഡക്കർ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. അത്യാവശ്യം നല്ല ബഡ്ജറ്റ് വരുന്ന ബെഡ്റൂംസ് ആണ് കേട്ടോ. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ വിൻഡോസിലൊക്കെ നമ്മൾ ആർക്ക് ഡ്രൈവ് കാര്യങ്ങളൊക്കെ ചെയ്തിട്ടുണ്ട്. അതിലൊക്കെ ലാമിനേറ്റ്, ലോഫ്റ്റ് ചെയ്തിട്ടില്ല. ലോഫ്റ്റ് അല്ലെങ്കിൽ ഇപ്പോൾ ഒരുപാട് പേര് ചെയ്യേണ്ടതെന്നാണ് പറയുന്നത്. ഡിസൈന് അത് ബാധിക്കും. അതേപോലെ തന്നെ വേണ്ടാത്ത സാധനങ്ങൾ ഇടാമെന്നാണ് പറയുന്നത്. അത് വേണ്ടാത്ത സാധനം തന്നെ ആയി മാറും. പിന്നെ ആരും അതിൻ്റെ മുകളിൽ കയറിയെടുക്കാൻ മടിക്കും. അപ്പോൾ നമ്മളിത് അഡീഷണൽ ഒരു 3 ഡോർ ആയിരുന്നു, ഇപ്പോൾ ഒരു 4 ഡോറും കൂടി ചെയ്താണ്. നമ്മുടെ സ്പെഷ്യൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ എല്ലാത്തിലും ലൈറ്റ് പ്രൊവൈഡ് ചെയ്യും. അപ്പോൾ ഇപ്പുറത്തൊക്കെ നമ്മൾ ലൈറ്റ് ചെയ്യുന്നത് ഈ LED സ്ട്രിപ്പ് ലൈറ്റ് ഇങ്ങനെ കൊടുത്തു കഴിഞ്ഞാൽ ഇത്രയും എഫക്റ്റാണ്. നമുക്ക് അതിനുള്ള സാധനങ്ങളൊക്കെ എടുക്കാൻ ഭയങ്കര ഈസി ആയിരിക്കും. അത്യാവശ്യം നല്ല ബഡ്ജറ്റിൽ നല്ല കോസ്റ്റിലാണ് ചെയ്തിരിക്കുന്നത്. കാരണം ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ട് തന്നെ നല്ലൊരു ബഡ്ജറ്റ് ആയിട്ടുണ്ട് കേട്ടോ അതിന്. ഇനി ഹാൻഡിലും കാര്യങ്ങളൊക്കെ ആസ് പെർ ക്ലയൻറ്റ് സജഷനാണ് കേട്ടോ.